ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്ത്രി നിഷ്കളങ്കനല്ലെന്നും ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച ആളാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചു. ശബരിമലയിലെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിലെ ഒന്നാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി കണ്ഠരര് രാജീവർ ആണെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ വാദിക്കുന്നു. 2025 ഒക്ടോബർ 10 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ 4-ാം ഖണ്ഡികയെ ആധാരമാക്കിയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. ആ വിധിന്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന 10 പേരുടെ വ്യാജ മഹസർ പട്ടികയിൽ ഒന്നാമത്തെ പേര് തന്ത്രിയുടേതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് അടിത്തറയിട്ടത് 2019 മെയ് 18 തയ്യാറാക്കിയ ഒരു വ്യാജ മഹസർ ആണെന്നാണ് കണ്ടെത്തൽ. ശ്രീകോവിലിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് വഴി വലിയൊരു അഴിമതിക്കാണ് വഴി തുറന്നത്. വിലപിടിപ്പുള്ള സ്വർണത്തെ കേവലം ചെമ്പായി ചിത്രീകരിച്ചത് ബോധപൂർവമാണെന്ന് രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. ഈ വ്യാജരേഖ ചമയ്ക്കുമ്പോൾ തന്ത്രിക്ക് കൃത്യമായ മുന്നറിവ് ഉണ്ടായിരുന്നു എന്നതാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. ശബരിമലയിലെ 38 കിലോ തങ്കം കൊണ്ടുവന്ന ശ്രീകോവിൽ സ്വർണം പൊതിയുന്ന സമയത്ത് കണ്ഠരര് രാജീവർ തന്നെയായിരുന്നു തന്ത്രി. അതുകൊണ്ട് തന്നെ അവിടെയുള്ളത് വെറും ചെമ്പല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായും അറിയാമായിരുന്നു. സത്യം മറച്ചുവെച്ച് വ്യാജരേഖയിൽ ഒപ്പിടുക വഴി തന്ത്രി വലിയൊരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായെന്ന് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വ്യാജരേഖ ചമയ്ക്കുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ രേഖയെ ആധാരമാക്കിയാണ് ദേവസ്വം ബോർഡ് പിന്നീട് പല നിർണായക തീരുമാനങ്ങളും കൈക്കൊണ്ടത്. ഈ അഴിമതിയിൽ ദേവസ്വം ബോർഡിനും തുല്യ പങ്കാണുള്ളത്. ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന കാര്യം ബോർഡിനും അറിയാമായിരുന്നു. മഹസറിൽ ഒപ്പിട്ട 10 പേരും ഒത്തുകളിച്ചാണ് ഈ വഞ്ചന നടത്തിയത്. ഇത് കേവലം യാദൃച്ഛികമായി കാണാൻ കഴിയില്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഗൂഢാലോചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകോവിലുമായി ബന്ധപ്പെട്ട മരാമത്ത് പണികൾക്ക് തന്ത്രിയുടെ രേഖാമൂലമുള്ള അനുമതി അനിവാര്യമാണ്. ദേവന്റെ അനുമതിയായാണ് ബോർഡ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ ശ്രീകോവിലിലെ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നത് ആചാരവിരുദ്ധമാണ്. ഈ ലംഘനം തടയേണ്ട തന്ത്രി അതിന് കൂട്ടുനിന്നു എന്നതാണ് മറ്റൊരു ഗൗരവകരമായ ആരോപണം. ക്ഷേത്രത്തിലെ കട്ടിളപ്പാളികളും ദ്വാരപാലക വിഗ്രഹങ്ങളും പുറത്തേക്ക് കടത്തിയതിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലെന്ന വാദത്തെ രാധാകൃഷ്ണൻ തള്ളിക്കളയുന്നു. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പരമാധികാരി എന്ന നിലയിൽ ഇവ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ തടയേണ്ട ബാധ്യത തന്ത്രിക്കുണ്ടായിരുന്നു. പ്രതിയായ പൂറ്റി അറസ്റ്റ് ചെയ്തതുപോലെ തന്ത്രിയും ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ സ്വതന്ത്രനായി വിട്ടിരിക്കുന്നത് സംശയാസ്പദമാണ്. ഈ സമയം കൊണ്ട് സുപ്രധാനമായ പല തെളിവുകളും നശിപ്പിക്കാൻ തന്ത്രിക്ക് സാധിക്കുമെന്ന് രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നു. പണം, അധികാരം, സ്വാധീനം എന്നിവയുള്ളവർ കുറ്റവാളികളായാൽ ചെയ്യുന്ന എല്ലാ തന്ത്രങ്ങളും തന്ത്രിയും പയറ്റും, അദ്ദേഹം പറഞ്ഞു. അറസ്റ്റ് ഭയന്നുള്ള ആശുപത്രിവാസം ഉൾപ്പെടെയുള്ള നാടകങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭക്തർ തന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് വഞ്ചന തിരിച്ചറിയാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസികളെയും ദൈവത്തെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾക്ക് തന്ത്രസ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ലെന്നാണ് രാധാകൃഷ്ണന്റെ നിലപാട്. ഈ കേസ് ശബരിമലയുടെ വിശുദ്ധിയെയും ദേവസ്വം ബോർഡിന്റെ സുതാര്യതയും വീണ്ടും നിഴലാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. അഴിമതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്നും ഇതിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്നും സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഭക്തജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ സ്വർണ്ണവേട്ട കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്.